അസ്സലാമലൈക്കും. കൊച്ചു കൂട്ടുകാരെ, ഒരു രസകരമായ കഥ പറഞ്ഞു തരാം. പണ്ടൊരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട എന്നാൽ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു തോട്ടമുണ്ട്. അതിൽ കുറച്ച് ചെടികളും ഒരു വലിയ മാവും മാത്രമാണുള്ളത്. വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു കാര്യം പതിവാക്കിയിരുന്നു. ദിവസവും രാവിലെ പക്ഷികൾക്കായി പാത്രത്തിൽ വെള്ളവും കുറച്ച് ധാന്യങ്ങളും മുറ്റത്ത് വെക്കും. ഒരു ദിവസം നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു പക്ഷി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മനുഷ്യ, അങ്ങ് ഇത്ര പാവപ്പെട്ടവനായിട്ടും എന്തിനാ ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ഇത് വിറ്റാൽ നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടില്ലേ? അദ്ദേഹം ആ പക്ഷിയെ താലോലിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പക്ഷി കുഞ്ഞെ, ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സമ്പത്ത് കുറയ്ക്കാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂട്ടാനാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. പക്ഷിക്ക് അത് അന്ന് മനസ്സിലായില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഭയങ്കരമായ വെയിലായി. എല്ലാ തോട്ടങ്ങളും ഉണങ്ങിപ്പോയി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പക്ഷികൾക്ക് ഭക്ഷണം നൽകിയിരുന്ന ഈ മനുഷ്യന്റെ തോട്ടത്തിലെ മാവ് മാത്രം നിറയെ പഴങ്ങൾ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ആ പക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ സ്നേഹത്തോടെ തായ് പങ്കുവെച്ചാൽ പോലും അള്ളാഹു നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷം തിരിച്ചു നൽകും. കുട്ടികളോട് പറയാൻ. അപ്പം കൂട്ടുകാരെ, ഈ കഥകൾ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്. അതുവഴി അള്ളാഹു നമ്മളെ ഒത്തിരി സ്നേഹിക്കും. അടുത്ത തവണ ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ കൂട്ടുകാരന് കൂടി കൊടുക്കില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത മനോഹരമായ വീഡിയോ ആയി വരാം. അസ്സലാമു അലൈക്കും.